ഇനി നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ചൊല്ലുന്ന ഒരു ശീലം ഹിന്ദു കുടുംബങ്ങളിൽ കൊണ്ടുവരണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കുട്ടികളെ കൊണ്ട് ഗായത്രി മന്ത്രം അല്ലേ, കേട്ടില്ലേ നിങ്ങൾ? ഒന്ന് നമ്മുടെ ബുദ്ധിയുടെ സൂക്ഷ്മത വർദ്ധിപ്പിക്കാനും മറ്റേത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും. ആരോ എനിക്കൊരു വീഡിയോ അയച്ചുള്ളതാണോ അറിയില്ല. ഒരു കാരണവർ, ഭാര്യ മരിച്ചു, ഒരു മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബോംബെയിലാണ്, മറ്റവൻ അമേരിക്കയിലാണ്. ഈ കാരണവർ കാണാൻ കാതും കേൾക്കില്ല. അപ്പോൾ ഈ കാരണവരോട് ചോദിക്കേണ്ടത്, അല്ല മക്കളൊക്കെ വരാറുണ്ടോന്ന്. അല്ല മക്കളൊക്കെ വന്ന് വല്ലതും നോക്കാറുണ്ടോ? അമേരിക്കക്കാരനൊന്നും വരാറില്ല. അല്ല അപ്പം വല്ലതും തരാം? ഒന്നും തരാറൊന്നുമില്ല. രണ്ടാമത്തവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് എന്ന്. വല്ലതും തരാറുണ്ടോയെന്ന്. അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ തരാറുണ്ട്, പക്ഷെ ഞാൻ കൊള്ളാതെ മാറി നിൽക്കാറുണ്ട് എന്ന്. അതാണ് അവസ്ഥ ഇപ്പോൾ. കാരണം അവന് സ്വത്ത് എഴുതി കൊടുക്കണം, അത്രേ. വീടും പറമ്പ് അവൻ്റെ പേരിൽ കൊടുക്കണം. അവന് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് മേടിക്കാനാണെന്ന്. അച്ഛനിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? വല്ല ആശ്രമങ്ങളിലൊക്കെ പോയി നിന്നാൽ പോരെ, ഭാഗവതത്തിനൊക്കെ പോയി കൂടെ എന്ന്. ഇതാണിപ്പം മകൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നോക്കൂ നിങ്ങൾ, ആ മനുഷ്യരൊക്കെ ആവുന്ന കാലത്ത് എന്താ വിചാരിച്ചത്? എൻ്റെ തങ്കല്ലേ പൊന്നല്ലേ, തലയിലിരുത്തിയാൽ ഉറുമ്പരിക്കോ, താഴെ ഇരുത്തിയാൽ പേനരിക്കോ, അല്ല തലയിൽ വെച്ചാൽ പേനരിക്കോ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്ന സാധനമാണ്. ഇപ്പം ഇത് ഉറുമ്പരിച്ചാലും കുഴപ്പമില്ല, പേനരിച്ചാലും കുഴപ്പമില്ല, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി പുഴു അരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കാൻ ഒരു ഗതികേട് വന്നില്ല. എന്താ അറിയോ? ഇതൊക്കെ അനുഭവിക്കാൻ നിങ്ങളൊക്കെ ചിരിക്കൊന്നും വേണ്ട. വെറും ട്യൂഷനും സ്കൂളിലൊക്കെ പറഞ്ഞയച്ചാൽ ആ ബുദ്ധിയൊക്കെ വരുള്ളൂ. അതിനൊക്കെ ചെറിയൊരു നാമജപ സംസ്കാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ധ്രുവനൊക്കെ പറയുന്നത് പോലെ കുലം പവിത്രം ജനനീ കൃതാർത്ഥ വസുന്ധര പുണ്യവതി എന്നൊക്കെ ഓർമ്മ വരുമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിൽ നാമജപ സംസ്കാരം എന്നത് ഒട്ടും കുട്ടികളുമായിട്ട് യാതൊരു കുലബന്ധവുമില്ല, പുലബന്ധവുമില്ല. ഇനി എന്ത് ബന്ധം എനിക്കറിയില്ല. അങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ ഭക്തി എന്ന് പറയുന്നത് മുഴുവൻ ഈ അമ്പലത്തിൽ നോക്കൂ നിങ്ങൾ, തൊഴുതു പോവുക എന്നല്ലാതെ ഒരു നാമം ചൊല്ലാൻ കഴിയുന്ന കുട്ടികൾ വളരെ പറയൂ കുറവാണോ അല്ലയോ? ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? എൻ്റെയൊക്കെ മനസ്സിലുള്ളത്, ഇനി നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമവും ചൊല്ലുന്ന ഒരു ശീലം ഹിന്ദു കുടുംബങ്ങളിൽ കൊണ്ടുവരണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഋഷിവര്യന്മാർ വളരെ വലിയ ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്ന് തന്നെ ഞാൻ പറയാം. കാരണം അവർക്ക് പ്രകൃതിയുടെ പ്രവർത്തനങ്ങളെ നല്ലോണം അറിയാമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ സയൻറ്റിഫിക് ബുദ്ധിയൊന്നും വേണ്ട, കുറച്ചൊരു ഒബ്സർവേഷൻ ഉണ്ടായാൽ മതി. നമുക്ക് ഹിന്ദുക്കൾക്ക് പൊതുവെ 2 സന്ധ്യകൾ പ്രധാനമാണ്. പഴയ കാലം മുതൽക്ക് നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് വീടുകളിൽ രാവിലെയും വിളക്ക് വയ്ക്കും. അത് കണ്ടിട്ടുള്ളവരുണ്ടോ? ഞാൻ പറയുന്നത് പഴയ കാലത്ത് എണീറ്റുടനെ അമ്മമാർ ഈ എന്താണ് ഉമ്മറത്ത് കൊണ്ടുവന്ന്, പൂമുഖത്ത് കൊണ്ടുവന്ന് ഒരു വിളക്കൊക്കെ കൊളുത്തും. നാമല്ല, രാവിലെ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കും. ഉണ്ടോ? ഉമ്മറം ഭാഗത്ത് ഒരു വിളക്ക് തൂക്കിയിടുക അല്ലെങ്കിൽ കത്തിച്ച് വെക്കാറുണ്ടോ പഴയ കാലത്ത്? ഇപ്പോഴത് കംപ്ലീറ്റ് പോയി. നമുക്ക് കാലത്ത് അങ്ങനെ കത്തിക്കായിരുന്നു. ഉണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട് ആ കൾച്ചർ? പഴയ കാലത്തുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊക്കെ കണ്ടവരാണ്, ഞാൻ സമ്മതിക്കണം. വൈകുന്നേരവും ദീപം, സന്ധ്യാദീപം കത്തിച്ച് ഇല്ലേ? ചിലവരാണെങ്കിൽ പടിഞ്ഞാട്ടൊരു തിരിവയ്ക്കും, ചിലർ തെക്കോട്ട് മരിച്ചവർക്ക് വേണ്ടി ഇല്ലേ? അങ്ങനെയൊക്കെ പഴയ കാലത്തുള്ള വീടുകളിലൊക്കെ കാണാൻ ഉണ്ടോ? അതിനൊക്കെ ചില സമയത്ത് തറകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതിലൊരു തിരി കൊണ്ടുവച്ചു, ഇവിടെ ഒരു തിരി കൊണ്ടുവച്ചു, ആ അസ്തമിക്കുന്ന സൂര്യനെ ഒന്ന് ദീപം കാണിച്ച്, അങ്ങനെയൊക്കെയുള്ളൊരു കൾച്ചറൊക്കെ ഉണ്ടായിരുന്നു. ആണോ? തൊഴുത്തുണ്ടെങ്കിൽ ആ തൊഴുത്തിലേക്കൊക്കെ ഒന്ന് കാണിച്ച് ഉണ്ടോ ഇല്ലയോ? അങ്ങനെയൊക്കെ ദീപം കാണിച്ചു കൊടുത്തിട്ട് എന്നിട്ട് അവിടെ ദീപം തൂക്കിയിടുക, വെക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭസ്മക്കൊട്ടയിൽ നിന്ന് ഭസ്മക്കൊട്ട് തൊട്ട് ആണോ? ആ ഒരു കൾച്ചർ നമുക്കുണ്ടായിരുന്നു. ഈ 2 സന്ധ്യകൾ ഇത് മനഃശാസ്ത്രപരമായി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയും
എന്താണ് ഈ രാവിലത്തെ സന്ധ്യ? സന്ധ്യ എന്ന് പറയുന്നത് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ഇരുട്ട് പോയി പകൽ ചേർന്ന് വരുന്ന, ഇരുട്ടും പകലും ചേർന്ന സന്ധി, അതാണ് സന്ധ്യ. അപ്പോൾ അവിടെ ഇരുട്ടുമുണ്ട്. അപ്പോൾ പ്രകാശത്തിൻ്റെ തീവ്രത വരുമ്പോൾ, ഇരുട്ട് പോകുമ്പോൾ, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള എല്ലാ കോശങ്ങളും സെല്ലുകളും വികസിക്കുന്ന സമയമാണ് പ്രാതസന്ധ്യ. അതാണ് ഉറങ്ങിക്കിടക്കുന്ന പൂക്കൾ അല്ലെങ്കിൽ മൊട്ടുകൾ വിടരുന്നത്, ചില ഉറങ്ങിക്കിടക്കുന്ന ഇലകൾ, പുളി, നെല്ലി, ഈ മരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഉണർന്ന് വിടർന്ന് വരുന്നത് ആണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും സെല്ലുകളും ബ്രെയിൻ സെല്ലുകളൊക്കെ വികസിക്കുന്ന സമയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സരസ്വതി നാഡി. ഈ സെറിബ്രത്തിനകത്തുള്ള മനുഷ്യൻ്റെ ഓർമ്മശക്തിയുടെ ഏറ്റവും പ്രധാന കേന്ദ്രമാണ് സരസ്വതി നാഡി. ഈ സരസ്വതി നാഡി ഉണർന്ന് വികസിക്കുന്ന സമയമാണ് കാലത്തെ പ്രാതസന്ധ്യ. മനസ്സിലായില്ലേ? ഈ സമയത്ത് നിങ്ങൾ നോക്കുക, അതുകൊണ്ടാണ് ഈ പക്ഷികൾ ശബ്ദം ഉണ്ടാക്കുന്നത്, അവരുടെ ആ ഓർമ്മ ഉണർത്തുകയാണത്. പക്ഷികൾ, മൃഗങ്ങൾ ഒക്കെ അവരുടെ ഓർമ്മ നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കൂ. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് മനസ്സ് ശ്രദ്ധ വെച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ദേ ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആവൂ, ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവൂ, നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ആണോ? ഈ ഓർമ്മ തരുന്ന നാഡി, ഇതിൻ്റെ പേരാണ് സരസ്വതി നാഡി. അതുകൊണ്ട് കാലത്തെ സമയത്തിന് വിളിക്കുന്ന പേര് സരസ്വതി യാമം എന്നാണ്. ഇത് ഈ നാഡിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു സമയത്ത് എണീറ്റുകൊണ്ട് ജപിക്കുക. അത് വിഷ്ണു സഹസ്രനാമ ജപം. എന്തിനാണ് ജപിക്കുന്നത്? 3 കാര്യത്തിനാണ്. ഒന്ന്, കോൺസെൻട്രേഷൻ പവർ കൂടാൻ. ഒന്ന്, നാമം ജപിക്കും തോറും മെൻ്റൽ സ്ട്രെങ്ത് കൂടാൻ. 3, അതിൽ തന്നെ മനസ്സ് അലിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസുഖം വർദ്ധിക്കാൻ. ഇതിനൊക്കെ രാവിലെ എണീറ്റ് ഒരു നാമജപ സംസ്കാരമുണ്ടെങ്കിൽ അത് മനസ്സിലൊരു വലിയ പരിവർത്തനം ഉണ്ടാക്കും. ഈ കാലത്തെണീറ്റ് നാമം, പണ്ട് കാലത്ത് കുട്ടികളെ കൊണ്ട് ഗായത്രി മന്ത്രം അല്ലേ, കേട്ടില്ലേ നിങ്ങൾ? രാവിലെ എണീറ്റ്, അത് ഈ ബ്രാഹ്മണ സമൂഹത്തിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കാലത്തെണീറ്റ് 1008 ഗായത്രി ജപിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? അപ്പം ഗായത്രി ജപിക്കണം എന്നില്ല. നിങ്ങൾ കാലത്തെണീറ്റ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതൊരു ശീലം നമുക്കുണ്ടാക്കിയെടുക്കണം. അത് രാവിലെ 8 മണിക്ക് 9 മണിക്കല്ല ചെല്ലേണ്ടത്. അതെപ്പോൾ ചൊല്ലണം? കാലത്ത് ഈ സന്ധ്യ, പ്രാതസന്ധ്യ. കാരണം അപ്പോഴാണ് പ്രകൃതിയിലെല്ലാം വികസിക്കണം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് ഇതിനെക്കുറിച്ചൊരു, ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പഠിക്കാൻ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ഈ സമയത്ത്, നാമം ജപിക്കുന്ന സമയത്ത്, നമ്മുടെ ശരീരത്തിൽ ഈ ബ്രെയിൻ സിസ്റ്റത്തിൽ നിന്നാണ് ശരീരത്തിന് വേണ്ടുന്ന കെമിക്കൽസ് എല്ലാം ശരീരത്തിൽ വേണ്ട രീതിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. വേണ്ടതെല്ലാം കൃത്യതയിൽ, ആവശ്യമില്ലാത്തതെല്ലാം യൂറിനിലൂടെ സ്റ്റൂളിലൂടെയൊക്കെ അത് പുറത്തേക്ക് തള്ളും. അപ്പോൾ ഓരോ ആന്തരിക അവയവങ്ങൾക്കും വേണ്ടുന്ന, ഇപ്പം നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എക്സസ് ഷുഗർ എല്ലാം യൂറിനിലൂടെയൊക്കെ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഷുഗർ എക്സസ് ആയിട്ട് നമുക്ക് ഏതസുഖം, ഡയബറ്റിക്സ് കയറി പിടിക്കാത്തത്. ഇതുപോലെ ഓരോ അവയവത്തിനും പലതും, ഇപ്പം ലിവർ ബ്ലഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹാർട്ട് ഇതിനെ പമ്പ് ചെയ്തെത്തിക്കുന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള കർമ്മങ്ങൾ, ഓർഗൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ ശരീരത്തിൽ രാവിലെ ഈ മന്ത്രജപം ചെയ്യുമ്പോൾ ഓരോ ഓർഗൻസിൻ്റെയും പ്രവർത്തനം അത് ഒരു ഇൻടാക്റ്റായിട്ട് നടക്കുന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, പ്രകൃതിയിലെല്ലാം വികസിക്കുന്ന സമയത്ത് മനുഷ്യൻ കിടന്നുറങ്ങിയാൽ അവൻ്റെ വികസിക്കേണ്ട ബ്രെയിനിൻ്റെ പ്രവർത്തനം താറുമാറാകുമോ? ഉറക്കെ പറയൂ നിങ്ങൾ.
ഇത് അവൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും അപ്പോൾ അതുകൊണ്ട് ഷുഗർ വന്നേ പറ്റുള്ളൂ. ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം, കിഡ്നിയുടെ ജോലിയാണ് അരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും. നമ്മളിപ്പം നോക്കൂ, കുടിക്കുന്ന വെള്ളത്തിൽ യൂറിയ ഉണ്ട്, യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം എത്രയോ കർഷകർ ഈ പറമ്പിലും തെങ്ങിലൊക്കെ യൂറിയ കൊണ്ടിടുന്നില്ലേ? ഇതൊക്കെ വെള്ളത്തിലേക്ക് എത്തുന്നുണ്ട്. ഉണ്ടോ? നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ? ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഗുരുവായൂർ ടൗൺഷിപ്പ്, ഇതിപ്പോൾ ഒരു ടൗൺഷിപ്പാണ്. എല്ലാ വീട്ടിലെയും ഇവിടെയൊക്കെ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന കെമിക്കലൊക്കെ ഭൂമിയുടെ അടിയിലേക്കാണ് പോകുന്നത്. ആണോ? ഹർബിക്കായാലും എന്ത് പിക്കായാലും എന്തൊക്കെ സോപ്പുകളും അതും ഇതും ഒക്കെ അങ്ങനെയല്ലേ ഭൂമിയിലേക്ക് പോവല്ലേ? ആണോ? എന്നാൽ ഭൂമിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഇത് ഇല്ലാതെയൊക്കെ അല്ല, ഇത് ഏതൊക്കെയോ വെള്ളത്തിൻ്റെ സ്രോതസ്സുകളിലേക്കൊന്നും ചേരുന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടാവോ ഇല്ലയോ? ഇപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം എവിടെയാണ് ശുദ്ധമായിട്ടിരിക്കുന്നത്? എവിടെയാണ് നമുക്കിനി ശുദ്ധ വെള്ളം കിട്ടാൻ പോകുന്നത്? ഒരു പുഴകളും ഇനി ശുദ്ധമാവാൻ പോകുന്നില്ല. കാരണം ഉള്ള റബ്ബറിനൊക്കെ വളമിട്ടിട്ടാണ്. മലയോര പ്രദേശങ്ങളിലൊക്കെ റബ്ബറിന് വളമിടുന്നുണ്ട്. എല്ലാം ഇന്ന് കെമിക്കൽ ബേസ്ഡ് ആണ്. ആണോ? ഇതെന്നൊക്കെ കുത്തി ഒഴുകുന്ന വെള്ളമല്ലേ പുഴയിലേക്ക് എത്തുന്നത്? അവിടെ നിന്നല്ലേ വെള്ളം അടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് തരുന്നത്? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഇല്ലില്ല ഞാൻ ടിന്നിലെ വെള്ളം, ഈ ഡ്രം വെള്ളമാണ് ഉപയോഗിക്കുന്നത് എന്ന്. ഏത് ബാരലിലെ വെള്ളം അതിൽ എത്ര പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? അതിൽ അഴുക്ക് മാറ്റാനല്ലാതെ എത്ര പ്യൂരിഫൈ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമാകുന്ന കെമിക്കൽസ് അടിഞ്ഞുകൂടുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന ഒരു ജീവിതചര്യ കൊണ്ടുവന്നില്ലെങ്കിൽ അത് പെട്ടെന്ന് ശരീരത്തിൻ്റെ താളം തെറ്റിക്കും. അപ്പം നമുക്ക് ഒരു കൃത്യത വേണ്ട, ഇതിന് വേണോ വേണ്ടയോ? കാലത്തെണീറ്റ് നമ്മൾ ശീലങ്ങൾ കൊണ്ടു നടന്നാൽ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയും അവർക്ക് പറയൂ കൂടും. ഇന്ന് നമ്മളെ കുട്ടികൾക്കിന്ന് ഇത്രയും രോഗങ്ങളിലേക്ക് പോകാനുള്ള കാരണം അവർക്കൊരു കൃത്യനിഷ്ഠമായ ജീവിതചര്യ അവർക്ക് പറയൂ ഇല്ല. അപ്പം നമ്മളൊക്കെ അങ്ങനെ തുടങ്ങി വെക്കണം. കാലത്ത് ബ്രാഹ്മേ മുഹൂർത്തവുത്തായ, കാലത്ത് എന്ത് ചെയ്യണം? ഒരു സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് എന്ത് ചെയ്യണം? ബാത്റൂം പോയിട്ട് വീണ്ടും കിടന്നുറങ്ങണം. അതാണ് പറഞ്ഞു വരുന്നത്. ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിങ്ങൾ നോക്കൂ, പരിശീലിച്ചു നോക്കൂ. രോഗങ്ങളെ തടയിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, ഇതൊരു പഠനം നടത്തി ഇന്നിപ്പം ഇതൊക്കെ ഒരു പബ്ലിഷ് ചെയ്ത്, ഇപ്പം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യും. റിസർച്ച്, ആളുകളിൽ നടത്തുന്ന റിസർച്ച്. ഈ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ആളുകൾ ജീവിതചര്യകൾ. ഇപ്പോൾ നോക്കൂ, ഇപ്പോഴുള്ള എക്സസൈസുകളൊക്കെ, അതായത് പലതരത്തിലുള്ള ഈ ജിം എക്സസൈസുകളും ഡയറ്റുകളും, അതുപോലെ നിങ്ങൾക്കറിയാം പുതിയ പുതിയ ഈ ഓരോ എക്സസൈസാണെന്ന് പറയുക, ഓരോ യോഗ ബേസ്ഡ് ആയിട്ടുള്ള പല എക്സസൈസുകളുണ്ട്. നിങ്ങൾ കേട്ട് കാണാം, പല പേരുകളുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരാൻ കാരണം പലരിലും നടത്തിയ പരീക്ഷണങ്ങൾ കൊണ്ട് അവർക്കുണ്ടായ മാറ്റങ്ങളാണ്. ഇതിനെ പബ്ലിസിറ്റി ചെയ്ത് മാർക്കറ്റ് ചെയ്ത്, അല്ലേ? ആണോ അല്ലയോ? ഇത് നമ്മൾ ഹിന്ദുക്കൾ നടത്തേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. കാലത്തെണീറ്റ് വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം അതൊരു ശീലമാക്കി മാറ്റിയാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം, മനസ്സിലുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മളെല്ലാവരും ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളത്തെ തലമുറയ്ക്ക് ഇതെല്ലാം ഒരു ഉത്തമ വഴികാട്ടിയായിട്ട് മാറും. ഇപ്പം കാലത്തുള്ള പ്രാതസന്ധ്യ എന്ന് പറയും. ഇനി വൈകുന്നേരത്തെ സന്ധ്യയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? സായം സന്ധ്യ എന്ന് പറയും. എന്താണ് ഈ സായം സന്ധ്യയുടെ പ്രത്യേകത? സൂര്യൻ അസ്തമിക്കുക, ഇല്ല, ഇരുട്ട് വരിക, പ്രകാശം പോകുന്നു, ഇരുട്ട് വരുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോഴല്ലേ ഈ കൊതുകൊക്കെ വരുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ തന്നെ എന്നെ കൊതുക് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പം അത്രയും കൊതുകുകളൊക്കെ കൂടി വരുന്നു. ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, വേണ്ടാത്ത കാര്യങ്ങൾ, ഇതൊക്കെ സാധനങ്ങളൊക്കെ ശക്തിപ്പെടുന്നൊരു സമയമാണത്. ആണോ ഈ രാത്രി ഇരുട്ടെന്ന് പറയുന്നത്? മനുഷ്യൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടാകുന്ന ചില കെമിക്കൽ വേരിയേഷൻസ് ഉണ്ട്. അത് നമ്മളാരും അറിയുന്നില്ല. ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്
ഒരു സൈക്കോളജിക്കൽ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഇതിനെ പറയും സൺ ഡൗൺ സിൻഡ്രം എന്ന് പറയും സൈക്കോളജിയിൽ. അതായത് മനസ്സിലറിയാത്ത ഒരു ഏകാന്തത, മനസ്സിലറിയാത്തൊരു ഭയം, എവിടെയോ നമ്മുടെ ഉള്ളിൽ ഒരൊറ്റപ്പെടൽ എന്ന്. കാരണം മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മളിലേക്ക് ഉൾവലിയുന്നൊരു സമയമാണ് ഇത് ഈ രാത്രി എന്ന് പറയുന്ന സന്ധ്യ. അപ്പം ഞാൻ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലുണ്ടാക്കുന്ന വലിയൊരു കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ നമുക്ക് മെൻ്റലി അതിനെ ഫേസ് ചെയ്യാൻ ഒട്ടും സാധ്യമല്ല. നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയാലും, കാരണം നിങ്ങളുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നലാണ്. ഇവിടെയാണ് വൈകുന്നേരങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഭഗവാനുണ്ട്. ഇത് നമ്മൾ ഓർമ്മിപ്പിച്ച് മനസ്സിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അനാവശ്യ ചിന്തകളെ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യാൻ, അതിന് മനസ്സിന് ശുദ്ധീകരിക്കാൻ തന്നിരിക്കുന്ന മന്ത്രമാണ് ലളിത സഹസ്രനാമം. അപ്പോൾ ഒന്ന് നമ്മുടെ ബുദ്ധിയുടെ സൂക്ഷ്മത വർദ്ധിപ്പിക്കാനും മറ്റേത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാനും തന്നിരിക്കുന്ന മന്ത്രങ്ങളാണ്. അപ്പം അതുകൊണ്ടാണ് കാലത്തെണീറ്റ് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമ ജപവും. നമുക്ക് ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പ് തൻ്റെ അവതാരത്തിന് വേണ്ടി ദേവിയാണ് ആദ്യം പറഞ്ഞയക്കുന്നത്. ഗച്ഛ ദേവി വ്രജംഭദ്രേ ഗോപഗോപീരലങ്കൃതം എന്ന് ഭാഗവതത്തിൽ നമുക്ക് വരികൾ കാണാം. അപ്പം ഭഗവാന് പോലും അവതരിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? ദേവിയുടെ സഹായം വേണം. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ, പ്രാതസന്ധ്യയും അവർക്ക് പറയൂ സായം സന്ധ്യയും. പ്രാതസന്ധ്യ നമ്മുടെ ഓർമ്മശക്തിയെ ഉണർത്തി ശക്തിപ്പെടുത്താനും, കാരണം മരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണേ, രണ്ട് ശക്തികൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ താളം തെറ്റി. ഒന്നാമത്തെ ശക്തിയെ പറയും ഓർമ്മശക്തി, രണ്ടാമത്തെ ശക്തിയെ പറയും പ്രാണശക്തി. ഏതാണ്? ഓർമ്മശക്തിയും ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിച്ചിരിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് ജീവിക്കണം. കാരണം ഓർമ്മയില്ല ഒന്നിനെക്കുറിച്ച്. ഒരു വല്ലാത്ത ദുരിതമുള്ളൊരു ജീവിതമാണത്. ആണോ അല്ലയോ? എവിടെയാണ് ടോയ്ലറ്റ്, എവിടെയാണ് കുളിക്കേണ്ടത്, എവിടെയാണ്, ഇങ്ങനെ കേട്ടില്ലേ? രാവിലെ നടക്കാൻ പോയിട്ട് വഴി അറിയാതെ പെട്ടുപോകുന്ന ആൾക്കാർ, ഓർമ്മയില്ല എവിടേക്കാണ് പോയത്. കേട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഉണ്ടോ? പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇത് നമുക്ക് മരിക്കുന്നത് വരെ നിലനിർത്തണം. അപ്പം ശരീരത്തിലുള്ള കെമിക്കൽസൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് ഓർമ്മശക്തിയെ വളരെയധികം ബാധിക്കും. അപ്പം രാവിലെ എണീറ്റ് ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ആ ബ്രെയിൻ സിസ്റ്റം സ്വയം ആ കെമിക്കലുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഓർമ്മശക്തി അത് വളരെ ഷാർപ്പാക്കി ഇൻഡാക്റ്റാക്കി നിർത്തും. രണ്ടാമത്തതാണ് ഈ ന്യൂറോ സിസ്റ്റം എന്ന് പറയുന്ന പ്രാണനാഡികളുടെ ശക്തി. അതാണ് നമ്മളുടെ ശരീരത്തെ കൊണ്ടു നടക്കാൻ സഹായിക്കുന്ന പ്രാണബലം എന്ന് പറയുന്നത്. കൈയും കാലും ഉറയ്ക്കാതെ പോയാൽ നിങ്ങൾക്ക് എത്ര ഓർമ്മശക്തി ഉണ്ടായിട്ടും കാല് നിലത്ത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. കാല് വിറക്കുക, കൈയും കാലും വിറച്ചു പോയാൽ അപ്പോഴും ആശ്രയത്വത്തിൽ ജീവിക്കേണ്ടി വരും. ഈ ശരീരം മുഴുവൻ ചലിപ്പിക്കുന്നത് പ്രാണനും ഈ ശരീരത്തിന് വേണ്ടുന്ന ഓർമ്മകളൊക്കെ തരുന്നത് നമ്മുടെ ബുദ്ധിയും മനസ്സുമാണെന്ന് എപ്പോഴും ഓർത്തോളണം. ഈ ശരീരം എന്ന് പറയുന്നത് പ്രാണൻ്റെ പ്രവർത്തനത്തിലും ഓർമ്മശക്തിയിലും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. അപ്പം ശരീരത്തിൻ്റെ കംഫർട്ടിന് വേണ്ടി ഞാൻ തോന്നിയതുപോലെ കടന്നുറങ്ങിയാൽ ഇതിൻ്റെ അകത്തുള്ള പ്രാണപ്രവർത്തനത്തെയും ഓർമ്മശക്തിയെയും തെറ്റിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരമുണ്ടായിട്ടും ഒരു കാര്യമില്ല. ശരിയാണോ? ആരോഗ്യമുള്ളൊരു ശരീരമല്ല ആരോഗ്യം. ആരോഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഏത് പ്രശ്നത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന മനോബലവും പ്രാണബലവും ഉള്ളൊരു ശരീരമാണ്, ഉള്ളൊരു ജീവിതമാണ് ആരോഗ്യം. ആണോ?
പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുക. അത് അനുഷ്ഠാനത്തിലൂടെയല്ലാതെ വേറൊരു വഴിയില്ല. ഇതെന്തൊരു സത്യമാണ് ഈ പറയുന്നത് അറിയോ. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഈ ഒരു ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം.